ഹായ്, എല്ലാവർക്കും നമ്മുടെ ഫുഡ് കോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെജ് റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. പ്രത്യേകിച്ച് പച്ചക്കറികളൊക്കെ കഴിക്കാനായിട്ട് കുട്ടികൾക്ക് മടിയാണ്. അപ്പോൾ ഇതുപോലെ റോളൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കഴിക്കാനൊക്കെ ഒത്തിരി ഇൻട്രസ്റ്റ് ആയിരിക്കും. വളരെ എളുപ്പത്തിലും നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റോളിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. റോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള മാവൊന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. പിന്നെ ചപ്പാത്തിയുടെ മാവ് പലരും പല രീതിയിലായിരിക്കും കുഴക്കുക. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ എപ്പോഴും ചെയ്യാറെന്ന് വെച്ചാൽ നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കാറാണ് പതിവ്. ഇത് ഉപ്പിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ചിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് വെക്കും. അപ്പോൾ നമ്മുടെ പൊടി നല്ല സോഫ്റ്റായി കിട്ടും, ഈ വെള്ളം എല്ലാം അതിൽ ഇറങ്ങിയിട്ട്. എന്നിട്ട് ചെറു ചൂടോടുകൂടി തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം ചൂടുണ്ട്. അപ്പം സ്പൂൺ വെച്ചിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കൈയിട്ട് കുഴക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിൽ ആ ഒരു ചൂടോടുകൂടി തന്നെ നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കുക. ഇങ്ങനെ കുഴക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒത്തിരി നേരം നമ്മൾ കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും നമുക്ക് മാവ്. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഏതെങ്കിലും ഓയിൽ കൂടെ ചേർക്കുക. വെളിച്ചെണ്ണ അല്ലാത്ത ഏതെങ്കിലും ഓയിലാണ് നല്ലത്. അതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവുക നമ്മുടെ മാവ് ഇതുപോലെ കുഴച്ചിട്ടുണ്ടെങ്കിൽ. കാരണം ആ ചൂടുവെള്ളം ചെല്ലുമ്പോൾ തന്നെ പൊടി നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പുറത്ത് കുറച്ച് എണ്ണ ഒന്ന് തടവിയിട്ട് ഇതൊരു 1 മണിക്കൂറൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ചപ്പാത്തിയുടെ നമ്മൾ മാവ് കുഴക്കുമ്പോൾ എത്ര നേരം മാറ്റി വെക്കുന്നോ അത്രയും നല്ല സോഫ്റ്റായി കിട്ടും. ഇപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തേനേക്കാളും സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല പഞ്ഞി പോലത്തെ മാവാണ്. അപ്പോൾ നമ്മുടെ മാവ് എത്ര സോഫ്റ്റ് ആണോ അത്രയും സോഫ്റ്റായിട്ട് തന്നെ ആയിരിക്കും നമ്മുടെ ചപ്പാത്തി ഉണ്ടാവുക. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചൊരു വലിപ്പത്തിൽ എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ റോളൊക്കെ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ചൊരു വലിപ്പത്തിലുള്ള ചപ്പാത്തിയാണ് കുറച്ചും കൂടെ നല്ലത്. ഇനി നമുക്ക് കുറച്ച് പൊടി ഇട്ടിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് തിന്നായിട്ടാണ് പരത്തുന്നത്. അതുപോലെ കുറച്ച് വലിപ്പത്തിലും പരത്തിയിട്ടുണ്ട്. നമുക്ക് ആ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണമല്ലോ, അതുകൊണ്ടാണ് ഇത്രയും വലിപ്പത്തിൽ പരത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം പരത്തിയെടുക്കാം. ഇനി നമുക്ക് ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം. പിന്നെ ചപ്പാത്തി ഇട്ട് കൊടുക്കുമ്പോൾ ചുടുന്ന സമയത്ത് ഫ്ലെയിം നല്ല ഹൈയിലായിരിക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ ചുടാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഫ്ലെയിം ലോ ആക്കി കൊടുത്താൽ മതി. ഇടുന്ന സമയത്തും കുറച്ച് കഴിഞ്ഞിട്ട് അത് പൊങ്ങി വരണമെങ്കിലൊക്കെ അത്യാവശ്യം നല്ല ഫ്ലെയിം ഉണ്ടെങ്കിലേ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. നമ്മുടെ ചപ്പാത്തിയൊക്കെ പെട്ടെന്ന് തന്നെ ഇതുപോലെ ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനെൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് തേക്കുന്നുണ്ട്, ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ ചപ്പാത്തിയും ചുട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കിയിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 സവാള സ്ലൈസ് ചെയ്ത് അരിഞ്ഞിട്ടുള്ളത് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു തക്കാളി, ഒരു വലിയ തക്കാളിയാണ്, നല്ല പഴുത്ത തക്കാളിയാണ്, അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ബീൻസ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. പിന്നെ 1 ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇത്രയും പച്ചക്കറികളാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ക്യാബേജ് ചേർക്കാം, അതുപോലെ ഉരുളക്കിഴങ്ങ് ചേർക്കാം. അപ്പോൾ ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർക്കാം കേട്ടോ. കുട്ടികൾക്ക് അവർക്ക് കഴിക്കാൻ നമ്മളിതുപോലെ കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒത്തിരി പച്ചക്കറികൾ വേവിച്ചെടുക്കേണ്ട കാര്യമില്ല. ചെറുതായിട്ട് അതിൻ്റെ ആ ഒരു പച്ചപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചപ്പൊക്കെ മാറിയിട്ടുണ്ട്, എന്നാലും ഒത്തിരി വഴറ്റിയെടുത്തിട്ടില്ല നമ്മൾ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് എരിവിന് വേണ്ടിയിട്ട്. അപ്പോൾ എരിവ് നിങ്ങൾ നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയുമാണ് ചേർക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇത്ര പോലെ എരിവ് വേണ്ടെങ്കിൽ ഇതിനേക്കാളും കുറവ് ചേർത്താലും മതി. അതുകൂടെ ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ആണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. അതുകൂടെ ചേർത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഫില്ലിംഗ്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് റോളാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം.
അപ്പോൾ റോളാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മൾ നേരത്തെ ചുട്ട് വെച്ചിട്ടുള്ള ഒരു ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം തന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മളിത് കഴിക്കുന്ന സമയത്ത്. പിന്നെ കുട്ടികൾക്കൊക്കെ ഈ സോസൊക്കെ നമ്മൾ ഇതുപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ കഴിയുന്നത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് കൊടുക്കാൻ നോക്കുക. ഞാൻ സോസിൻ്റെ റെസിപ്പി ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് ഇങ്ങനെ നടുക്കായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സവാളയും അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റും. ഇത് പച്ചക്കുള്ളതാണ്, അപ്പോൾ ഒരു കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കുന്ന സമയത്ത്. അതൊന്ന് ചെറുതായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അടിയിലത്തെ ഭാഗം ആദ്യം ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. അപ്പോൾ ഫില്ലിങ് ഒട്ടും പുറത്തേക്ക് പോയില്ല. എന്നിട്ടൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കിയിട്ട് അങ്ങ് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ താഴേന്ന് ഒട്ടും ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് പോവാതെ നമുക്കിതുപോലെ റോളായിട്ട് കിട്ടും. ഇനി ഇതൊന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ച് നമുക്ക് സെക്യൂർ ചെയ്യാം, അല്ലെങ്കിൽ ഇതൊന്ന് നമുക്കൊരു ബട്ടർ പേപ്പറിൽ കവർ ചെയ്തിട്ടെടുക്കാം. ടിഫിൻ ബോക്സിലൊക്കെ നമ്മൾ കൊടുത്തു വിടുകയാണെങ്കിൽ ഇതുപോലെ ഒന്നെങ്കിൽ കവർ ചെയ്ത് കൊടുക്കാം, അല്ലാതെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, അത് പുറത്തേക്കൊന്നും പോവില്ല താഴേന്ന്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കുട്ടികൾക്ക് കാണാനും, അതുപോലെ കഴിക്കാനും അവർക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ആയിരിക്കും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന റോള് പോലെയാണ് ഉണ്ടാവുക ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വെജ് റോള്. നല്ല എളുപ്പമാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റോൾ കൂടിയാണ്. പച്ചക്കറികളൊന്നും കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിലും ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഒരു റെഡ് കളറിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ വരും, അതോടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. താങ്ക്